ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫാമിലീസ്. തമ്പൂസ് വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് സൺഡേ ആണ്. ഞാനും തമ്പുട്ടിയും കൂടി രാവിലെ ബോട്ടി വാങ്ങാൻ പോയതാണ്. പക്ഷേ ബോട്ടി കിട്ടിയില്ല. നമുക്ക് കുറച്ച് ലിവറാണ് കിട്ടിയത്. അപ്പോൾ ഇന്ന് ബീഫിൻ്റെ ലിവറാണ് കേട്ടോ സ്പെഷ്യൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ലിവർ കിട്ടിയതല്ലേ, നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ഐറ്റം കാണിച്ചു തരാമെന്ന്. വന്ന പാടെ ഞാനിത് ചോറിന് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ബീഫിൻ്റെ ലിവറെല്ലാം കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് വെച്ച് മഞ്ഞളും മല്ലിയും മുളകും ചൂടാക്കിയത് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് തിരുമ്മി കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് തിരുമ്മി ഞാനിതാ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമായ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, അത് വെച്ചിട്ടാണ് നമ്മളിതൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. തമ്പുട്ടിയും കൂടി ഉള്ളതുകൊണ്ട് തമ്പുട്ടിക്ക് കഴിക്കേണ്ടത് കൊണ്ട് ഞാൻ അത്രയ്ക്ക് കൂടുതലായിട്ട് അത് ഉപയോഗിക്കുന്നില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കി. പിന്നെ ഒരു സ്വീറ്റ് കോൺ ഒഴുങ്ങി കേട്ടോ. കുട്ടി അവിടെ ഇരുന്ന് പഠിക്കുകയാണ്, അപ്പോൾ അവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ വേഗം തന്നെ അതൊക്കെ അവൾക്ക് കൊടുത്തു. പിന്നെ ഞാനിതേ വന്ന് വീണ്ടും എൻ്റെ പരിപാടി തുടങ്ങി. ഉള്ളി വെളുത്തുള്ളിയൊക്കെ ഇപ്പോൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾ അതും പെറുക്കി അതും എടുത്ത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അവൾ പറയുന്നുണ്ട് അതേ മേഘമൊക്കെ കറുത്ത് വരുന്നുണ്ട്, മഴ പെയ്യും തോന്നുന്നുണ്ടെന്ന്. പിന്നെ ഞാൻ ആന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ തന്നെ കുറച്ച് സാധനം കൂടി എടുക്കണമായിരുന്നു. അപ്പോൾ അത് എടുക്കുന്നതിൻ്റെ മുന്നേ നമ്മുടെ ചോറായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഊറ്റി വെക്കാമെന്ന് വിചാരിച്ചു. ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് പറിക്കാൻ പോകുന്നത് കേട്ടോ. വേറൊന്നുമല്ല, കാന്താരിയാണ്. ഇത് കാന്താരി കുത്തിച്ചതച്ച ബീഫിൻ്റെ ലിവറാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം. അധികം മസാലയും കാര്യങ്ങളൊന്നും വേണ്ട, ഇത് മാത്രം മതി. നല്ല ടേസ്റ്റുമാണ്. തമ്പുട്ടിക്ക് കഴിക്കാൻ കൊടുക്കേണ്ടത് കൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. നല്ല എരിവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് തോനെ കാന്താരിയൊക്കെ പറിച്ച് ഇതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് പറയാം. അതിൻ്റെ ഇടയ്ക്ക് ഞാനിതൊന്ന് പറിച്ച് തീർക്കട്ടെ. തമ്പുട്ടി അപ്പോഴത്തേക്ക് ഇത് എനിക്ക് വേണ്ടി പാത്രമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതേ കാന്താരി പിന്നെ ഇതേ ഒരു കറിവേപ്പിലയൊക്കെ പറിച്ചു. നമ്മൾ വീട്ടിൽ തന്നെ ഉള്ളതല്ലേ. വയലറ്റ് കാന്താരിയൊക്കെ ഉണ്ട്. വയലറ്റ് കാന്താരി പക്ഷേ ഞാൻ ഇടുന്നില്ല കേട്ടോ. അങ്ങനെ ഇതേ നമ്മൾ അടുക്കളയിൽ തീയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതേ കുക്കറിനൊക്കെ വിസിൽ വന്നു. ചോറൊന്നും കൂടി തിളക്കട്ടെ എന്ന് വിചാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഊറ്റി വെക്കണം. ഇതാണ്, ഇത്ര ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ. പിന്നെ ഇഞ്ചിയും കൂടി വേണേ, ഇഞ്ചിയും കറിവേപ്പില. അപ്പോൾ അതൊക്കെ കൂടി ഞാനിതേ കുഞ്ഞ് ഇടികല്ലിലിട്ട് ഇടിച്ച് പരിവാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വെന്ത് വന്നു. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇത് മൂപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനത് കാന്താരിയും എല്ലാം ചതച്ചിട്ടുണ്ട്. ഇതെന്ത് ചെയ്യാം, നന്നായിട്ട് ചതച്ചതിന് ശേഷം സിമ്മിലാക്കി വെച്ചിട്ട് ഇത് മൂപ്പിക്കുക. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കുറച്ച് ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. അധികം ഒന്നും ഒരു സാധനം വേണ്ട, ഇത് മാത്രം മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ഇതായി വരുന്ന സമയത്ത് ഒരു ഇത്തിരി നുള്ള ബീഫ് മസാലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അതും കൂടി ഇട്ടതിന് ശേഷം നമ്മുടെ ബീഫിൻ്റെ ലിവർ അതിനകത്തേക്ക് തട്ടി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് അപ്പോൾ മസാലയൊക്കെ പിടിക്കും. അതിനകത്തേക്ക് നുള്ള ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ടേസ്റ്റ് നോക്കാൻ ഓരോന്നൊക്കെ കഴിച്ച് നോക്കുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, കുഞ്ഞ് പറഞ്ഞു കുഞ്ഞിക്ക് വേണമെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് ചോറും മോരുകറിയും ബീഫും മെഴുക്കുവരട്ടിയൊക്കെ കൂടി അവൾക്കും കൊണ്ടു കൊടുത്തിട്ട് അവളത് വേഗം കഴിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരു കൊതി, അത് പോയി തുറന്ന് നോക്കിയപ്പോൾ ഇതേ നല്ല കറുത്ത ബീഫിൻ്റെ ലിവർ. പിന്നെ ഞാനും ഒന്നും നോക്കിയില്ല, വേഗം ഒരു പാത്രമൊക്കെ എടുത്ത് ഞാനും ഇത് നല്ല ചോറും ബീഫിൻ്റെ ലിവറും പിന്നെ നമ്മുടെ മെഴുക്കുവരട്ടിയും കുറച്ച് അച്ചാറൊക്കെ കൂടി എടുത്ത് നമ്മളിത് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇത് കണ്ട ആർക്കല്ലേ കഴിക്കാണ്ടിരിക്കാൻ തോന്നുന്നു. നല്ല കാന്താരി ഇട്ട് വെച്ച് ബീഫിൻ്റെ ലിവറല്ലേ. അപ്പം ഞാൻ മോരുകറി എടുത്തിട്ടില്ല, എനിക്ക് അച്ചാർ ഇഷ്ടമായതുകൊണ്ട് പിന്നെ ഞാൻ അതെടുത്തില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂടി നമുക്കൊരു പിടുത്തം പിടിക്കാൻ ഞാനിത് ഒന്നും നോക്കിയില്ല, വേഗം നന്നായിട്ട് തട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ബൈ.